വില കുറച്ച് തകർക്കും, എല്ലാം വില കുറച്ച് കൊടുക്കുക. വണ്ടിക്ക് വില മാർക്കറ്റിൽ കൂടുതൽ ഇവിടെ കൂടുന്നില്ല, അങ്ങ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഈ വണ്ടി നമുക്ക് ഒരു 24,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 24,000 രൂപയ്ക്ക് ക്ലീൻ പീസ് പേരിലോട്ട് മാറ്റി വാറണ്ടി സഹിതം കൊടുക്കും. പേരിലേക്ക് മാറ്റി 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. വില കുറച്ച് പറയുന്നത് ക്വാളിറ്റി ഉള്ള വണ്ടികളാണ്. ക്വാളിറ്റി കുറഞ്ഞ വണ്ടികൾ വില കുറച്ച് പറയുന്ന പരിപാടി നമ്മൾ ചെയ്യാറില്ല. നമുക്ക് ഒരു 15 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 15,000 രൂപയ്ക്ക് 2039 രൂപയ്ക്ക് പോട്ടെ. 39,000 രൂപയ്ക്ക് 180 അല്ലേ? 180 കൊടുക്കാം. കിലോമീറ്റർ കാണിച്ചു കൊടുക്കാം. വെറും 1788 കിലോമീറ്റർ ഓടിയ വണ്ടി. നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ചെയ്ത് കൊടുത്തിരിക്കും. അത് ഇവിടെ വരുന്നവർക്ക് അറിയാമല്ലോ. പറയുന്ന വിലയൊന്നും അല്ലല്ലോ, വരുമ്പോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒരു ഓഫർ പ്രൈസ് ഇട്ടാൽ ഇത് നമ്മൾ 1,85,000 രൂപ ഇട്ടേക്കുന്ന വണ്ടിയാണ്. 2023 12. നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ എത്രയും വരെ കൊടുത്തായിരുന്നു. ഇത് നമുക്കാണ്ട് ബമ്പർ വാറണ്ടി. അത് കഴിഞ്ഞാൽ പിന്നെ 3 മാസം 2 മാസം 5 മാസം 6 മാസം ഓരോ വണ്ടിയുടെ മോഡൽ അനുസരിച്ച് എഞ്ചിൻ വാറണ്ടി. 2019 കിളി വണ്ടി. ഇത് കിളിയാണോ? ആ കിളി ആണോ? കിളിയേക്കാൾ കൂടുതൽ കിളി. എന്തോ വണ്ടിയാന്ന് നോക്ക്. 2017 18 മോഡൽ ഡിയോ. വണ്ടിയുടെ ക്വാളിറ്റി ഉണ്ടല്ലോ. ക്ലീൻ പീസ് വണ്ടി. ഓഫർ പ്രൈസ് 45,000 രൂപയ്ക്ക് കൊടുക്കാം. NS 160 2017 കൊടുക്കുമോ നമുക്കൊന്നും അറിയണമല്ലോ. ഏകദേശം ഒരു 10-15 വണ്ടികളും അപ്പൊ ലോ ബഡ്ജറ്റ് വണ്ടികൾ അത്യാവശ്യം കളക്ഷൻസ് വന്നിട്ടുണ്ട്. 33,000 കിലോമീറ്റർ ഓടിയ കിടിലം വണ്ടി. കിടക്കാച്ചി വണ്ടികളൊന്നും എടുത്ത് ഓടിക്കുക എന്നുള്ള സാധനമുള്ളൂ. എന്തോ വണ്ടികളാണെന്ന് കാണിച്ചു. അപ്പൊ ഈ കിടക്കാച്ചി വണ്ടിക്ക് എന്ത് വില വരും? കൊടുക്കാം മക്കളെ. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ അജാസ്. അപ്പോൾ കൊല്ലം ജില്ലയിൽ എത്തിയിരിക്കുന്നു. കൊല്ലം ജില്ലയിൽ വേറെ എവിടെയല്ല, നമ്മുടെ നൗഷാദിക്കയുടെ സ്വന്തം ഷോപ്പായ എംബ്രേഡേഴ്സ് എന്ന യൂസ്ഡ് ബൈക്ക് ഷോറൂമിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ല പുത്തൻതെരുവിലാണ് ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഈ ഷോപ്പിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയേണ്ടതില്ല, കാണുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ചാനൽ തന്നെ അത്യാവശ്യം നല്ല നല്ല റെസ്പോൺസ് ഉള്ള ഒരു ഷോറൂമാണിത്. അപ്പോൾ അത്യാവശ്യം വിലക്കുറവുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുള്ള ഷോപ്പാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പോയിട്ട് നമ്മുടെ നൗഷാദിക്കാനെ കണ്ടിട്ട് ഇന്ന് എന്തൊക്കെ ഓഫർ നമുക്ക് കിട്ടുമെന്ന് ചോദിച്ചിട്ട് അറിഞ്ഞാലോ. അപ്പോൾ ഗൈസ്, നൗഷാദിക്ക കുറച്ച് ദിവസം ആയല്ലോ കണ്ടിട്ട്. കുറച്ച് ദിവസമല്ല, ഒരു മാസത്തിന് മേലെ. ഒരുപാട് പേര് വിളിച്ച് ചോദിച്ചു നമ്മുടെ വീഡിയോ എന്താ വരാത്ത. ഇന്നലെ വിളിച്ച് ചോദിച്ചു വീഡിയോ കണ്ടിട്ട് വരാൻ വേണ്ടി. എന്തുകൊണ്ട് വരാത്ത നമുക്ക് പറഞ്ഞാലോ, എന്താ കാരണം? വീഡിയോ വരാത്ത കാരണം നമ്മുടെ നോമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ വണ്ടികൾ വരാനുള്ള ഇച്ചിരി ഷോർട്ടേജ് ഉണ്ട്. ഇപ്പൊ ഈ ഷോറൂമുകളിലൊക്കെ കച്ചവടം ഇച്ചിരി ഡിമാൻഡ് നിൽക്കുന്നത് കൊണ്ടും വണ്ടിയുടെ വില കൂടി പോകുന്നതുകൊണ്ടും ഷോറൂമിൽ എക്സ്ചേഞ്ച് വരുമ്പോൾ നമുക്ക് മാക്സിമം റേറ്റ് കുറച്ച് വണ്ടികൾ വരുന്നത്. ഇപ്പൊ വണ്ടികൾ ഇച്ചിരി റേറ്റ് കൂടിയിരിക്കുന്നത് വരുന്ന എല്ലാം മോഡൽ കൂടിയ വണ്ടികളാണ്. നമുക്ക് കൂടുതൽ കാണിക്കാനുള്ള മോഡലുള്ള വണ്ടികളാണ്. ഇന്ന് കൂടുതലും മോഡൽ കൂടിയ വണ്ടികളും പിന്നെ നമുക്ക് ബഡ്ജറ്റ് ആയിട്ടുള്ള കുറച്ച് വണ്ടികളുണ്ട്. നമുക്ക് എല്ലാം കാണിക്കാം. നമ്മുടെ അപ്പൊ നമുക്ക് കിട്ടിയവരനുസരിച്ച് 10,000 രൂപ എന്തോ വണ്ടി ഇരിക്കുന്നുണ്ട്. അതൊക്കെ കൊടുക്കാം. നമുക്ക് എല്ലാ റേഞ്ചിലുള്ള വണ്ടി കൊടുക്കാം. അപ്പൊ ലൊക്കേഷൻ കൊല്ലം ജില്ല, കരുനാഗപ്പള്ളി, പുത്തൻതെരുവ്, പുതിയകാവ്, അതൊക്കെ സംഭവം. അതെ നമ്മുടെ വീഡിയോസിനെ കാണുന്നവർക്ക് പറയണ്ടായിരുന്നു. അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മള് കമന്റ് ബോക്സിലും എല്ലാ ബോക്സിലും പിൻ ചെയ്തിട്ടേക്കാം. അത് തന്നെ. ഇങ്ങോട്ട് പുതിയതായിട്ട് വരുന്നവർക്ക് നമ്മള് ആലപ്പുഴ ഭാഗത്തുനിന്ന് വരുന്നവർക്കാണെങ്കിൽ നമ്മുടെ ഓച്ചറ കഴിഞ്ഞിട്ട് പുതിയകാവ് വരെ എത്തണ്ട. കരുനാഗപ്പള്ളിക്ക് മുമ്പ്, പുതിയകാവിന് മുമ്പ് റൈറ്റ് സൈഡ്. കൊല്ലം സൈഡിൽ നിന്നൊക്കെ വരുന്നവർക്ക് പുതിയകാവ് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡ്. ഇതൊക്കെ സംഭവങ്ങൾ വരുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ പൾസർ ഇരിക്കുന്നുണ്ടല്ലോ 2021 മോഡൽ ലിമിറ്റഡ് എഡിഷൻ വണ്ടി. ലിമിറ്റഡ് എഡിഷൻ ആണ്. അത് തന്നെ 1 പീസ് എന്നൊക്കെ പറയാൻ പറ്റും. നല്ല വണ്ടിയാ, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ വന്നതേ ഉള്ളൂ വണ്ടി. വാഷിങ്ങും കാര്യങ്ങളും ചെറിയൊരു പോരായ്മ അതൊക്കെ കറക്റ്റ് ചെയ്താൽ കൊടുക്കാമല്ലോ. വണ്ടി ലോ കിലോമീറ്റർ വണ്ടി ഏതാണ്ട് 15,000 കിലോമീറ്ററിനകത്താണ്ട് ഓടിയിട്ടുള്ള വണ്ടി. എന്നാ വില? ഇതൊക്കെ നമുക്ക് കൊടുക്കാൻ ഒരു 10-55 രൂപയ്ക്ക് കൊടുക്കാം. 55 രൂപ കൊടുക്കാം. നമുക്ക് 2021 മോഡൽ വണ്ടിയല്ലേ. 55 മോശമുണ്ട്, കമ്പനി ടയർ കിടക്കുന്നത്. നമുക്ക് മാറി പുതിയ ടയർ ഇട്ട് കൊടുക്കാം. ഓക്കെ, സെറ്റപ്പ് ആയിട്ട് 55,000 രൂപ. ഫിനാൻസ് ആണെങ്കിൽ ഡൗൺ പേയ്മെന്റ് എത്ര വരും? ഫിനാൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു 10 രൂപ 15 രൂപ നമുക്ക് എടുത്ത് പോവാം. യെസ്, അപ്പൊ അതാണ് എന്റെ സംഭവം. അപ്പൊ ഒരു 19 മോഡൽ ബുള്ളറ്റ് കൂടി ഉണ്ടല്ലേ. ഇത് വരുമ്പോൾ 2019 മോഡൽ വണ്ടി. 2019 മോഡൽ വണ്ടി 28,000 കിലോമീറ്റർ ഓടി. ഇപ്പൊ വന്നിട്ടുള്ളൂ. ചെറിയ പണികളുണ്ടോ? ഇതിപ്പോ ഇങ്ങോട്ട് വന്ന് കയറിയതേ ഉള്ളൂ. എന്നാ വില? ഇത് നമുക്ക് കൊടുക്കാം. ഡ്യുവൽ ഡിസ്ക് വരുന്ന വണ്ടി. അത് നമുക്ക് ഒരു 1,28 നമുക്ക് കൊടുക്കാം. 1,28 കിടിലം വണ്ടിയാണ്. 2019 മോഡൽ ഗൺമെറ്റൽ വണ്ടി. നല്ല വണ്ടി. ഏകദേശം ഒരു 30 രൂപ 25 രൂപ ഡൗൺ പേയ്മെന്റ്. 20 രൂപ ഡൗൺ പേയ്മെന്റ്. നല്ല ഫിനാൻസ് കിട്ടും ഇതിനൊക്കെ. ഇതിനൊന്നും വല്ലാണ്ട് കുറഞ്ഞിട്ടില്ല ഫിനാൻസ്. ഈ വണ്ടിയും കിട്ടുന്നതാണ്. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോ നമുക്ക് റേസ് 2019 വണ്ടി. 2019 33,000 കിലോമീറ്റർ. 18-19 മോഡൽ വണ്ടി. സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി നമ്മൾ കൊടുക്കുക. 40 രൂപയ്ക്ക് അകത്തം കൊടുക്കാം. 40,000 അകത്തം കൊടുക്കുക. ഒരു 10-38 രൂപ കിട്ടുന്നവർക്ക് നമുക്ക് കൊടുക്കാം. ഫിനാൻസും കൊടുക്കാം. എത്ര? ഒരു 5 രൂപ 6 രൂപയ്ക്ക് അകത്തുണ്ട് നമുക്ക് കൊടുത്തു വിടാൻ പറ്റുന്നുണ്ട്. അടുത്തൊരു ക്ലീൻ പീസ് പ്ലഷർ. നല്ല ക്ലീൻ വണ്ടി. 2016 വണ്ടി. ഈ വണ്ടി നമുക്ക് ഒരു 24,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 24,000 രൂപയ്ക്ക് ക്ലീൻ പീസ്. പേരിലോട്ട് മാറ്റി വാറണ്ടി സഹിതം കൊടുക്കും. പേരിലേക്ക് മാറ്റി 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. അടുത്ത് വീണ്ടും പ്ലഷർ. അടുത്തതും 16 മോഡൽ വണ്ടി. നല്ല വണ്ടികൾ ഇതെല്ലാം. നല്ല പ്ലഷർ മോഡൽ കുറഞ്ഞെന്നും പറഞ്ഞ് നോക്കാതിരിക്കേണ്ട നല്ല ക്ലീൻ വണ്ടികൾ. സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടികൾ. ഇതും കൊടുക്കാം നമുക്ക്. ആ റേഞ്ച് കൊടുക്കാം. 58,000 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. വണ്ടിയെല്ലാം കിലോമീറ്റർ എല്ലാം ജെനുവിൻ കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പിൽ വണ്ടികൾ തന്നെ. കിലോമീറ്റർ ഇതെല്ലാം നമുക്ക് 25 രൂപയ്ക്ക് അകത്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടികളാണ്. പേരിലോട്ട് മാറ്റി കൊടുക്കാൻ പറ്റും. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു 15 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 2014 മോഡൽ. 15 രൂപയ്ക്ക് കൊടുക്കാം. നമുക്ക് 15 രൂപയ്ക്ക് കൊടുക്കാം. നല്ല വണ്ടിയാണ്. 15 രൂപയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വില കുറച്ച് പറയുന്നത് ക്വാളിറ്റി ഉള്ള വണ്ടികളാണ്. ക്വാളിറ്റി കുറഞ്ഞ വണ്ടികൾ വില കുറച്ച് പറയുന്ന പരിപാടി നമ്മൾ ചെയ്യാറില്ല. 2017 മോഡൽ. ഇത് എഡ്ജ് അല്ലേ? നല്ല ക്ലീൻ വണ്ടിയാണ്. ഇത് നമുക്ക് കൊടുക്കാം മക്കളെ. ഒരു
24,000 രൂപയ്ക്ക് കൊടുക്കും. 24,000 രൂപ 24,000 രൂപയ്ക്ക് കൊടുക്കും. 24,000 രൂപ നല്ല ക്ലീൻ പീസ് നല്ല വണ്ടികളാണ് ഇതൊക്കെ. എടുത്തോണ്ട് പോകുന്നവർക്ക് വാർത്ത ഒരു 19 മൈലേജിനകത്തൊക്കെ മൈലേജും കിട്ടും, കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടികളാണ്. 24,000 രൂപ നല്ല വണ്ടിയാണ്. ഏകദേശം നിസ്സാര ഡൗൺ പേയ്മെന്റ് ഒക്കെ മതി, ചെറിയ പൈസ മതി. ഇത് വരുന്നത് ഗ്രാസിയ 2019 മോഡൽ വണ്ടി. 2019 ഗ്രാസിയ. ഓഫർ പ്രൈസാ 38 രൂപ. 38 രൂപ ഓഫർ പ്രൈസ്. ഓഫർ പ്രൈസിന് കൊടുക്കുക 38 രൂപ. നമ്മൾ പറഞ്ഞ ഓഫറിലേക്ക് എത്തിയിരിക്കുകയാണ്. അതൊക്കെ തന്നെ. അപ്പൊ അടുത്ത സുസുക്കിയുടെ ലെറ്റ്സ് നല്ല സൂപ്പർ ഉണ്ട്. ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് കാണണ്ട, നല്ല വണ്ടി, നല്ല സുന്ദരമായി ഓടിക്കാൻ സുഖമുള്ള ഒരു വണ്ടി. അദ്ദേഹം കാണാത്ത വണ്ടി 19 രൂപ. 19,000 രൂപയ്ക്ക് കൊടുക്കുക. യെസ് ഗായ്സ്, 19,000 രൂപ ഉള്ള വണ്ടിയാണ്. അടുത്ത പാഷൻ പ്രോ 2018-19 കാർബറേറ്റർ വണ്ടിയാ. അതൊക്കെ ഇപ്പോൾ വന്നേ ഉള്ളൂ. വണ്ടി പോളിഷും കാര്യങ്ങളും എല്ലാം കിടപ്പുണ്ട്, ചെയ്ത് കൊടുക്കാം. നമുക്ക് 45 രൂപയ്ക്ക് കൊടുക്കാം. 45 രൂപയ്ക്ക് പാഷൻ പ്രോ ഇരിക്കുന്നുണ്ട്. പക്കാ മോഡൽ വണ്ടി. എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം, അതിനകത്ത് കൊടുത്ത് വിടാം. നമുക്ക് അത് കാര്യമൊന്നുമില്ല. നമുക്ക് കൊടുത്തു വിട്ടിട്ട് ഞങ്ങൾക്ക് അടുത്ത വീഡിയോ ചെയ്യാൻ വേണ്ടി 2018 മോഡൽ 180 കൊടുക്കാം. എത്ര? 40 രൂപയ്ക്ക് കൊടുക്ക്. 40,000 രൂപ 39 രൂപയ്ക്ക് കൊടുക്കും. പോട്ടെ, 39,000 രൂപ 180 അല്ലേ? 180 കൊടുക്കാം. 2018 മോഡൽ. അപ്പൊ ഇതൊന്നും അല്ല, നമുക്ക് ഇനിയും കുറഞ്ഞ വണ്ടികൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ വണ്ടികൾ നമുക്ക് കാണിച്ചു കൊടുക്കാം. നമുക്ക് ഇച്ചിരി കൂടിയ വണ്ടി കൂടെ കാണിച്ചു കൊടുക്കാം. കുറഞ്ഞ വണ്ടി മാത്രം പോരല്ലോ, അല്ല എല്ലാ വണ്ടിയും വേണമല്ലോ. ഒരു സെറ്റപ്പ് വണ്ടി ഇരിക്കണ്ടല്ലോ ഇവിടെ, റിമോട്ടുള്ള വണ്ടി ഉണ്ടല്ലേ? റിമോട്ട് അത് മറ്റേ സ്മാർട്ട് വരുന്നത് നമ്മുടെ ഡിയോ. ഓക്കെ, ഇത് വരുമ്പോ 2024-25 രജിസ്ട്രേഷൻ 1000 സംതിങ് കിലോമീറ്റർ ഓടിയ വണ്ടിയാ. കാണിച്ചു കൊടുക്കാം. ഹൈബ്രിഡ് കിലോമീറ്റർ കാണിച്ചു കൊടുക്കാം. വെറും 1788 കിലോമീറ്റർ ഓടിയ വണ്ടി. അപ്പൊ ആ വണ്ടിക്ക് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ടതില്ല. ആ ഒരു സെറ്റപ്പ് വണ്ടിക്ക് ഉണ്ട്. ഇതൊക്കെ ഒരു പുതിയ വണ്ടി എടുക്കാൻ നിൽക്കുന്നവർക്ക് അതേപോലെ നമുക്ക് എടുത്തോണ്ട് പോകാൻ പറ്റും. റേറ്റ് പറയാം. റേറ്റ് നമുക്ക് കൊടുക്കാം 88 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 88 രൂപയാണ്. പുതിയതിന്റെ റേറ്റ് വെച്ച് നിങ്ങൾ കമ്പാരിസൺ ചെയ്യണം. പുതിയ വണ്ടി ഷോറൂമിൽ പോയി നോക്കിയിട്ട് വന്നിട്ട് എടുത്താൽ മതി. വില അറിഞ്ഞിട്ട് വന്നിട്ട് എടുത്താൽ മതി. അപ്പൊ ഇതിന് 23. ഇത് നമുക്ക് കൊടുക്കാം 78 രൂപയ്ക്ക് കൊടുക്കാം. 2023 വണ്ടിയാണ്. ഫാസിനോ അല്ലേ? അതെ, ഫസീനോ ഹൈബ്രിഡ് തന്നെ. ഫുൾ ഹൈബ്രിഡ് വണ്ടിയാ. 73,000 രൂപ. അതെ. ഓക്കെ, വണ്ടിയുടെ ക്വാളിറ്റി കൂടെ കാണിച്ചു കൊടുക്കണേ. പുതിയ വണ്ടി എടുക്കാൻ ഷോറൂമിൽ പോകുന്നവർ വന്ന് നേരെ അങ്ങ് എടുത്തോണ്ട് ഡൗൺ പേയ്മെന്റ് വരും. ഡൗൺ പേയ്മെന്റ് ഒരു 15 രൂപ. 15 രൂപ ഒക്കെ ഉണ്ടെങ്കിൽ എടുക്കാം. ഇപ്പൊ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫിനാൻസ് നമുക്ക് നേരത്തെ പറഞ്ഞിട്ട് 5 രൂപ 6 രൂപ റേഞ്ച് കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം എല്ലാത്തിനും ഗ്രിഡ് മാർച്ച് ആയപ്പോഴത്തേനും വില കുറച്ചിട്ടുണ്ട് അവർ. പക്ഷെ വണ്ടിക്കെല്ലാം വില കൂടുകയും ചെയ്ത് ഫിനാൻസ് അരിച്ച് ഗ്രിഡ് കുറച്ചത് കൊണ്ടാണ് നമുക്ക് ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്ത് ഒരു 15 രൂപയ്ക്ക് അടച്ചെങ്കിലേ മോഡൽ കൂടിയ വണ്ടികൾ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അടുത്ത വരുന്നത് 2022 മോഡൽ 21,000 കിലോമീറ്റർ. എൻഡോർക്ക് 120 XP എന്ന് പറയുന്ന ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ വണ്ടി. ഇത് നമുക്ക് കൊടുക്കാം 65 രൂപ. വെറും 65,000 രൂപ. 65,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 65,000 നല്ല ഓഫർ പ്രൈസ് ആണെന്ന്. അടുത്ത നമുക്ക് നമ്മൾ മുമ്പേ പറഞ്ഞ സ്മാർട്ട് റിമോട്ടേ ഉള്ളൂ, ചാവി ഒന്നുമില്ല. റിമോട്ടിനകത്ത് റിമോട്ട് നാട്ട് കിടക്കുന്നത്. റിമോട്ട് എല്ലാം നാട്ടിൽ ഇവിടെ ഉണ്ട്. എല്ലാ അതെ അത് മിസ്സായി. ഇത് നമുക്ക് 89 രൂപയ്ക്ക് കൊടുക്കും. 89 2024-25 രജിസ്ട്രേഷൻ ഉള്ള വണ്ടി. 2024-25 രജിസ്ട്രേഷൻ. പുതിയതിന് നമ്മുടെ ഒരു 130 അടുത്ത് വില വരുന്ന വണ്ടിയാണ് സ്മാർട്ട് ഒക്കെ വരുന്നത്. അതൊക്കെ നമുക്കൊരു ചെറിയൊരു പ്രൈസ് എന്നേ പറയാനൊക്കത്തുള്ളൂ. അപ്പൊ സാധാ ഡിയോ വരുമ്പോൾ 2023 വണ്ടികളാണ് ഇതെല്ലാം. ഇത് രണ്ടെണ്ണം 2020. ഇത് വേറെ ഇരിപ്പുണ്ട് 2023. അത് നമുക്ക് കാണിക്കാം. ഇത് വരുമ്പോൾ 2023 വണ്ടിയാണ്. ഇതൊക്കെ വരുമ്പോൾ ഒരു 78 രൂപ ആ റേഞ്ചിനകത്ത് ഒരു 80 രൂപയ്ക്കകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് പുതിയ ലോ കിലോമീറ്റർ വണ്ടികളാണ് ഇതെല്ലാം. ലോ കിലോമീറ്റർ വണ്ടിയാണെല്ലാം. ഇതെല്ലാം ഡീലക്സ് വണ്ടികളോ വരുന്നത്. ഡിജിറ്റൽ മീറ്ററും കാര്യങ്ങളും എല്ലാം വരുന്ന മോഡൽ. അതെ. അപ്പൊ ഇത് എന്തെങ്കിലുമൊക്കെ മാറ്റം ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോ പറയുമ്പോൾ ഒറ്റ സ്ട്രക്ചർ പറഞ്ഞു പോകുന്നത്. അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ചെയ്ത് കൊടുത്തിരിക്കും. അത് ഇവിടെ വരുന്നവർക്ക് അറിയാമല്ലോ. പറയുന്ന വിലയൊന്നും അല്ലല്ലോ. വരുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 19 മോഡൽ വണ്ടി 5G കൊടുക്കും മക്കളെ. എത്രയാണ് കൊടുക്കും? നമുക്ക് ഒരു 52 രൂപയ്ക്ക് കൊടുക്കാം. 52,000 രൂപ. 51 രൂപയ്ക്ക് കൊടുക്കാം. 51,000 രൂപ. 23,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. എല്ലാ വണ്ടിയും സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഒരു പുതിയ വണ്ടിയുടെ കണ്ടീഷൻ തന്നെ. വണ്ടിയുടെ ക്വാളിറ്റിയും കൂടെ കാണാം. ഏതെങ്കിലും വണ്ടിക്ക് ഓണർഷിപ്പ് കൂടുതലുണ്ടെങ്കിൽ എന്തെങ്കിലും വില കൂടുതലായിട്ട് നമുക്ക് തോന്നുന്നത് നേരിട്ട് ഷോറൂമിൽ വന്ന് നിങ്ങൾ വണ്ടി കണ്ടോ, നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും അത് നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കും. പറയുന്ന വിലയെന്ന് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കും. അതെല്ലാം ഉറപ്പാണ് കൊടുക്കുക. 5000 കിലോമീറ്ററുടെ ഹൈബ്രിഡ് റേസ് 2024 വണ്ടി. റേസ് പുതിയ വണ്ടി, പുത്തൻ വണ്ടി. 5000 കിലോമീറ്റർ. 5000 കിലോമീറ്റർ കൂടെ 88 രൂപയ്ക്ക് കൊടുക്കാം. 88,000 രൂപ. എക്സ്ട്രാ ഫിറ്റിംഗ്സ് അഡീഷണൽ ഫിറ്റിംഗ് കംപ്ലീറ്റ് ഉണ്ട്. ഒരു പുതിയ വണ്ടി. 5000 സ്ട്രോങ് സാധനം കേട്ടോ. 5000 നോക്കാം കിലോമീറ്റർ നോക്കാം. 7599 കിലോമീറ്റർ. വണ്ടി ഒന്ന് കാണിച്ചു കൊടുക്കണേ. കാണിച്ചു കൊടുക്കണേ. ഒരു പോറലോ ഒരു കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. ഒരു പുതിയ വണ്ടി എടുക്കാൻ നിൽക്കുന്നവർക്ക് എടുത്തോണ്ട് പോയി ഉപയോഗിക്കാന്നുള്ളേ ഉള്ളൂ. എണ്ണ അടിക്കുന്ന ഒരു കാര്യമുള്ളൂ, അല്ല വേറെ ഒന്നും ഇല്ലല്ലോ. എണ്ണ അടിക്കാതെ വണ്ടി കൊടുക്കും. ബാക്കി വാറണ്ടിയും കൊടുക്കും. കുറച്ച് എണ്ണയും കൊടുക്കോ? എണ്ണയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കൊടുക്കും. അതിനൊന്നും കാര്യം നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുത്തില്ല. ആർക്കാണ് ഇതൊക്കെ കൊടുക്കുന്നത്? ഹെൽമെറ്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഹെൽമെറ്റ് അത് നിലവിലുണ്ടല്ലോ. ഓൾറെഡി ഹെൽമെറ്റ് ഇവിടെ കുറച്ച് ഇരിക്കുന്നുണ്ട്. ഫില്ല് ചെയ്യാത്ത ഫുൾ അവിടെ ഇരിപ്പുണ്ട്. ഹെൽമെറ്റ് എടുത്ത് ഫില്ല് ചെയ്യാൻ നമ്മുടെ സ്റ്റാഫുകളൊക്കെ ലീവ് ആണ്. അതിൽ ഫുൾ കാണിക്കത്തില്ല. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാം.
അതേതാ വണ്ടി? ഇത് നമുക്ക് കൊടുക്കാൻ ജൂപ്പിറ്റർ. ഇത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലുള്ള വണ്ടി. ഇതിന്റെ പേപ്പർ ഇപ്പൊ റെഡിയായി വന്നതേ ഉള്ളൂ. ഇത് കൊടുക്കാൻ പറ്റില്ല. 2-3 കസ്റ്റമർ ഇത് കച്ചവടമാക്കി അതിന് പേപ്പർ വരാത്ത ഞാൻ കൊടുത്തിട്ടില്ല. കാരണം കൊടുത്തിട്ട് കഴിഞ്ഞാൽ പെറ്റി വല്ലോ വന്നു പോയാൽ ഇനി നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി നമുക്ക് കൊടുക്കാം. ഒരു 37 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 37,000 രൂപ. ഏതാ മോഡലിക്കാ? 2017-18 രജിസ്ട്രേഷൻ. 2017-18 രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഒരു 37,000 രൂപ. 37,000 രൂപ കിടിലം വണ്ടി ഇരിക്കുന്നുണ്ട്. കൊടുക്കാം. അടുത്ത ഷൈന് 14,000 കിലോമീറ്റർ കുറച്ച് കൊടുക്കാം. 59 രൂപയ്ക്ക് കൊടുക്കാം. 2021 വണ്ടി 59 രൂപ. 14,000 കിലോമീറ്റർ. 14,000 കിലോമീറ്റർ ആണ്. ഡൗൺ പേയ്മെന്റ് ഏകദേശം 10-15 രൂപ മതി. അതൊക്കെ മതിയാവും. ഡൗൺ പേയ്മെന്റ് സംസാരിച്ചിട്ട് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത്. അടുത്ത ഗ്ലാമർ ഇരിക്കുന്നുണ്ടല്ലോ. കൊടുക്കുവാൻ 2019 മോഡൽ വണ്ടി അത്യാവശ്യം കാണിച്ചു കൊടുക്കണം മക്കളെ. നല്ല ക്ലീൻ പീസ് വണ്ടികൾ. ആ വണ്ടിക്ക് ഗ്ലാമർ ഉള്ള പോലെ വണ്ടിക്കും ഗ്ലാമർ ആണ്. വണ്ടിക്കും ഗ്ലാമർ പേര് പോലെ തന്നെ ഗ്ലാമർ ഉള്ള വണ്ടിയിലെ അതൊക്കെ കൊടുക്കാം. നമുക്ക് ഒരു 52,000 രൂപയ്ക്ക് കൊടുക്കാം. 52,000 രൂപ കൊടുക്കാൻ പറ്റുന്നതാണ്. അടുത്ത വണ്ടി 2023-24 രജിസ്ട്രേഷൻ ഉള്ള 9,000 കിലോമീറ്റർ ഓടിയ പ്ലാറ്റിന. വെറും 9,000 കിലോമീറ്റർ. വെറും 9,000 കിലോമീറ്റർ ഓടിയ പ്ലാറ്റിന. അത് കൊടുക്കാം. നമുക്ക് 58 രൂപയ്ക്ക് കൊടുക്കാം. 58 രൂപ കൊടുക്കാൻ പറ്റും. 58,000 രൂപയ്ക്ക് 58,000 കൊടുക്കാം. യൂണിക്കോൺ 2022 മോഡൽ 22 മോഡല് 90 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 90,000 രൂപ കൊടുക്കാൻ പറ്റും. കിലോമീറ്റർ 17,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ബാക്കിയുള്ള ടയർ ഉണ്ടാവുന്ന മാറിയിട്ടുണ്ട്. ഫ്രണ്ട് കമ്പനി ടയർ തന്നെ അടക്കുന്നത്. വേറെ ഒന്നും ചെയ്യാനില്ല. വേറെ എന്താ ചെയ്യാനുള്ള? ഇതിനകത്ത് കൊണ്ട് ഓടിക്കാന്നുള്ള ഒരു കാര്യം മാത്രം ചെയ്യണം. NS 125 2023 വണ്ടി. 125 കിട്ടാനില്ലല്ലോ. അടിപൊളി വണ്ടിയല്ലേ? മൈലേജും കാര്യങ്ങളുള്ള റയർ കളർ വല്ലേ കൊടുക്കുന്നത്. 88 രൂപയ്ക്ക് കൊടുക്കണം മക്കളെ. കൊണ്ട് ഉപയോഗിക്കട്ടെ. 88 രൂപ 2023 മോഡൽ വണ്ടി. 23 മോഡൽ 88 രൂപയ്ക്ക് കൊടുത്തരേ. ക്ലീൻ പീസ് വണ്ടി. അടുത്ത NS 2019 മോഡൽ വണ്ടി. 2019 NS ട്ടാ. ഇതും കൊടുക്കുക. 85 രൂപയ്ക്ക് കൊടുക്കാം. 85 200. ഇന്ന് വില കുറച്ച് തകർക്കും. എല്ലാം വില കുറച്ച് കൊടുക്കുക. വണ്ടിക്ക് വില മാർക്കറ്റിൽ കൂടുതൽ ഇവിടെ കൂടുന്നില്ല. അങ്ങ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അടുത്ത എക്സ്പൾസ് 2019 മോഡൽ 19 മോഡൽ 85 രൂപ. 85 രൂപ. ഇത് വരുമ്പം 1.5. ഇത് ഏതാ മോഡൽ? 1 രൂപയ്ക്ക് കൊടുത്തത്. 1 രൂപ. 2021 മോഡൽ. 21 മോഡൽ 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപ. ഏകദേശം 15 ഡൗൺ പേയ്മെന്റ് 20 രൂപയ്ക്ക് അടച്ചാലും കൊടുത്തു വിടാം. ഓക്കെ. അടുത്ത RS 200 കൊണ്ട് വില വരുമ്പോൾ 2020 മോഡൽ 14,000 കിലോമീറ്റർ. അതിനകത്ത് കിടക്കുന്ന വിലയൊന്നും നോക്കണ്ട. ഇടയ്ക്ക് നോക്കും നമ്മൾ. അത് നോക്കിയാൽ നിങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റത്തൊന്നുമില്ല. ഇവിടെ വരുന്ന നമ്മുടെ വീഡിയോ കാണാത്ത കസ്റ്റമർക്കുള്ള വിലയാണ്. ഇത് വരുമ്പോൾ 2020 മോഡൽ വണ്ടി വെറും 14,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഈ വണ്ടി നമുക്ക് കൊടുക്കാം 1,18,000 രൂപയ്ക്ക് കൊടുക്കാം. എത്ര രൂപ കുറച്ചിട്ടുണ്ടെന്ന് നോക്കിക്കോ. ഏകദേശം 18 എന്തോ കുറച്ചിട്ടുണ്ട്. അടുത്താണ് V3 ആണ്. പക്ഷെ വണ്ടിയുടെ ക്വാളിറ്റി കണ്ടോ? വണ്ടി കണ്ടോ? ഒന്ന് കാണിച്ചോട്. 16,000-14,000 കിലോമീറ്റർ ഓടിയ 2021 മോഡൽ 21 മോഡലാണെങ്കിലും കിലോമീറ്റർ ഒന്ന് നോക്കട്ടെ. അവിടെ നിക്കി വേളം വെക്കാതെ. 21 ആണെങ്കിലും ഇനി 23 ഒക്കെ കാണുന്നുണ്ടല്ലോ സെറ്റപ്പ്. കിട്ടിയില്ല കിലോമീറ്റർ. 14,791 കിലോമീറ്റർ. കൃത്യമായ കിലോമീറ്റർ ഒക്കെ പറഞ്ഞിരിക്കും. വണ്ടി എന്ന് പറഞ്ഞാല് ഈ എക്സ്റ്റൻഡ് വാറണ്ടി സഹിതം എടുത്ത് കസ്റ്റമർ തന്ന വണ്ടി കൊടുക്കും. പയ്യൻ എടുത്ത് വെച്ചിരിക്കുന്ന വണ്ടിയാണ്. ബാംഗ്ലൂർ പഠിക്കാൻ പോയപ്പോ നമുക്ക് തന്നിട്ട് ലേഡീസ് സ്കൂട്ടർ അമ്മയ്ക്ക് എടുത്ത് കൊടുത്തിട്ട് പോയത്. ഈ വണ്ടിയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പുതിയ വണ്ടിയാണ്. അതേ കണ്ടീഷൻ ഇരിക്കുന്ന ഒരു വണ്ടിയാണ്. ഇത് നമുക്കൊരു 1.52 നമുക്ക് ഫൈനൽ കൊടുക്കും. 1.52 എന്നുള്ളത് എന്തായാലും 1.50 നമുക്ക് കൊടുക്കാൻ ലാസ്റ്റ്. മോഡൽ 21 ലാസ്റ്റ് വണ്ടി. 2023 വണ്ടി V4. ചെറിയ കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഇതൊക്കെ വരുമ്പോഴും നമുക്ക് ഒരു 1.55 റേഞ്ചിനകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടി. കൊടുക്കാം. ചെറിയ കിലോമീറ്റർ ഒന്നും നോക്കാനില്ലല്ലോ. ഇതൊക്കെ കൊണ്ടുപോയിട്ട് എന്തോ ചെയ്യാൻ അതിനകത്തൊക്കെ ഒരു കാര്യങ്ങളും ചെയ്യണ്ടല്ലോ. ഓക്കെ. ഇവനെ റേറ്റ് കുറച്ച് കൊടുക്കാം നമുക്ക്. ഇവന് ഇത് കുറച്ച് ദിവസം കൊണ്ടിരിക്കും. നമുക്ക് ഒരു ഓഫർ പ്രൈസ് ഇട്ടാൽ ഇത് നമ്മൾ 1,85,000 രൂപ ഇട്ടേക്കുന്ന വണ്ടിയാണ്. 2023 12,000. നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ എത്രയും വരെ കൊടുത്തായിരുന്നു. ഇത് നമുക്കാണ്ട് 1,58,000 രൂപയ്ക്ക് കൊടുക്കാം. 58 ഒരു 1.58 കൊടുക്കാം. 1.55 കൊടുത്ത മാമി കറിയിക്കും. അതുകൊണ്ട് നമുക്ക് ഒരു 1.58 കൊടുക്കാം. കാരണം 12,000 കിലോമീറ്റർ ആകെ ഓടിയിട്ട് 2023 RC 200. 1.58 കിട്ടാൻ ചാൻസ് ഉണ്ട് എവിടെയെങ്കിലും. എവിടെ കിട്ടുന്നത്? ഡീലർ പ്രൈസ് അല്ലേ അതൊക്കെ. നമ്മൾ കഴിഞ്ഞ വീഡിയോക്കകത്ത് ഡൂക്ക് 200 കൊടുത്തില്ലയോ? കൊടുത്തു. അതുകൊണ്ട് ഡീലർ പ്രൈസ് എന്താ പറയുക? ഒരു കഥ പറയാനുണ്ടായിരുന്നല്ലോ. 1.45 കൊടുത്തില്ലേ? നമ്മള് വില തെറ്റി പറഞ്ഞിട്ട് ആ വിലയ്ക്ക് തന്നെ കൊടുത്തില്ലേ? കസ്റ്റമറെ വിളിച്ച് വെക്കാൻ നമ്പർ തരാം. അപ്പൊ അതൊക്കെയാണ് കാഴ്ച. ഇത് വെറും 1,58,000 രൂപ അല്ലേ? കുറച്ച് നമുക്ക് ബുള്ളറ്റുകൾ കാണിച്ചാലോ? ഇതിപ്പോ നമ്മള് വേറെ വണ്ടികളല്ലേ കാണിച്ചു. ഇനി കുറച്ച് ബുള്ളറ്റ് പ്രേമികൾ. അത് ഞാൻ വേറെ കാര്യം പറയാൻ പറഞ്ഞു. നമ്മുടെ വാറണ്ടി കാര്യങ്ങളൊന്നും പറഞ്ഞില്ലായിരുന്നു. വാറണ്ടി അല്ലെങ്കിലും നമുക്ക് നിലവിലുള്ള കൂട്ട് തന്നെ 10 ദിവസം ഫുൾ വാറണ്ടി. 10 ദിവസം എന്ന് പറഞ്ഞാൽ അവർക്ക് നോക്കാനുള്ള സമയം. ഒരു ബൾബ് തൊട്ട് അങ്ങേറ്റം വരെ, ഈ ടയർ തൊട്ട് അങ്ങേറ്റം വരെ, ആ ടയർ വരെ, അതാണ് വാറണ്ടി. ബമ്പർ ടു ബമ്പർ വാറണ്ടി. അത് കഴിഞ്ഞാൽ പിന്നെ 3 മാസം, 2 മാസം, 5 മാസം, 6 മാസം ഓരോ വണ്ടിയുടെ മോഡൽ അനുസരിച്ച് എഞ്ചിൻ വാറണ്ടി ഉണ്ട്. പിന്നെ നമുക്ക് 2016 മോഡലല്ലേ ഫിനാൻസ് കിട്ടാ? 2016 തൊട്ട് ബുള്ളറ്റ്, 17 തൊട്ട് ബാക്കി വണ്ടി. അപ്പൊ ആധാർ കാർഡ്, പാൻ കാർഡ് എന്നിവയാണ് പ്രാഥമിക ഘട്ടം. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും പറയാൻ വേണ്ടി നമുക്ക് ഇവിടെ ആളിരിക്കുന്നുണ്ട്. അത് നമുക്ക് ചോദിക്കാം. ഓക്കെ. അപ്പൊ ബുള്ളറ്റ് തുടങ്ങുമ്പോൾ 2021 വൈബ്രേഷൻ ഇല്ലാത്ത മോഡൽ വണ്ടി 1,48,000 രൂപ വിലയാണ്. 1,48,000. വണ്ടിയൊക്കെ കാണിച്ചു കൊടുക്കണേ നല്ലല്ലേ. വണ്ടിക്ക് നമ്മൾ വില വയ്ക്കുമ്പോൾ എല്ലായിടത്തും ഉള്ളതിനേക്കാളും 25 രൂപ കുറവുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ വരാവൂ. എല്ലാം വില കുറച്ചിട്ടേക്കുന്നത്. അത് ടാഗ് നോക്കണ്ട. അല്ല, എനിക്ക് ടാഗ് കാണുമ്പോൾ ഒരു നോട്ടം തോന്നും. ആന്നില്ല. ES
ES എത്രയാണ് കൊടുക്കും? എന്താ മോനെ 2021 മോഡൽ വണ്ടി, 33,000 കിലോമീറ്റർ ഓടിയ കിടിലം വണ്ടി. കിടുക്കാച്ചി വണ്ടികളൊന്നും അങ്ങ് എടുത്ത് ഓടിക്കുക എന്നുള്ള സാധനമല്ലോ, എന്തോ വണ്ടികളാണെന്ന് കാണിച്ചു. അപ്പൊ ഈ കിടക്കാച്ചി വണ്ടിക്ക് എന്ത് വില വരും? കൊടുക്കാൻ മക്കളെ 1,28,000 രൂപയ്ക്ക് കൊടുക്കും. 1,28,000 രൂപ എന്ന് പറയുമ്പോൾ ഏകദേശം 30 രൂപ ഡൗൺ പേയ്മെന്റ്. ഒരു 15 രൂപ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഇറക്കി. 15 രൂപ നമുക്ക് ഇവിടെ 30-40 ഒന്നും വേണ്ട. അപ്പൊ ഇതാണെങ്കിലോ ഇത് വരുമ്പോഴത്തേനും നമുക്ക് ആ ഒരു റേഞ്ച് ഒരു 130-നകത്തൊക്കെ വരുന്ന വണ്ടികൾ. 15,000 കിലോമീറ്റർ. ഇത് വരുമ്പോൾ ഒരു 125 റേഞ്ചിനകത്ത് വരുന്ന വണ്ടികളാണ്. 23,000 കിലോമീറ്റർ. ഇതുവരെ 125 റേഞ്ചിനകത്ത് 125, 130, 135 ഇടയ്ക്ക് ഇരിക്കുന്ന വണ്ടികളാണ് ഈ കാണിക്കുന്ന ഇത്രയും വരെ വരുന്ന വണ്ടി. 2019 മോഡൽ സ്റ്റാൻഡേർഡ്. ഇത് വരുമ്പോൾ 120. 2019 32,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ക്വാളിറ്റിയും കൂടെ കാണിക്കണേ. ക്വാളിറ്റി പീസ് വണ്ടി. ഒരു 100 ഇരിക്കുന്നുണ്ടല്ലോ. 100 മോനെ ഒരു വേറെ ലെവൽ വണ്ടിയാ, വേറെ ലെവലാണ്. 2023 ഈ കളർ ഇപ്പൊ നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കളർ വേണ്ടവർ പെട്ടെന്ന് വന്ന് എടുത്തോണം. ഇനി കളർ ഇല്ല, ഇത് കമ്പനി ഇറക്കുന്നില്ല. ഈ കളർ അത് തന്നെ സെയിം അല്ലേ? ഇത് നമുക്ക് കൊടുക്കാം 1,55,000 രൂപയ്ക്ക് കൊടുക്കാം. 2023 ലാസ്റ്റ് വണ്ടി. 23 ലാസ്റ്റ് 155 നല്ല റേറ്റ് ആണ്. 2023 മോഡൽ 17,000 കിലോമീറ്റർ ഡൊമിനാർ 400. ഇത് നമുക്ക് കൊടുക്കാൻ 1,75,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കും. 1,75,000. ഡീലർമാർ എടുക്കുന്ന 170, 172 നമ്മൾ അത്രയും മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തേക്ക് ഫുള്ള് ഷോ. അപ്പൊ നമ്മുടെ ബാക്കി വണ്ടികളൊക്കെ നമ്മുടെ ഗോഡൌണിലിരിക്കല്ലേ? അവിടെ നിന്നുള്ള കുറഞ്ഞ വണ്ടികളും കുറച്ച് കൂടിയ വണ്ടികളും മിക്സ് ചെയ്ത് അതും കൂടെ നമുക്ക് കാണിക്കാം. മിക്സഡ് അവിയൽ പരിപാടി മാറോ? അതെ. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ വില കുറഞ്ഞ വണ്ടികൾ ഏകദേശം 10,000 രൂപ മുതൽ 20,000 രൂപ ഇഷ്ടംപോലെ വണ്ടികളുണ്ടെന്ന് വിചാരിക്കുന്നു. അതെല്ലാം നമുക്ക് കാണിക്കാം. നമുക്ക് കിട്ടിയ അനുസരിച്ച് നമുക്ക് കൊടുക്കാവുന്ന. ഇപ്പൊ ചില സമയത്തൊക്കെ ഇച്ചിരി വില കൂടി നല്ല ക്വാളിറ്റി വണ്ടികൾ വരുമ്പോൾ നമ്മളത് വേണ്ടാന്ന് പറഞ്ഞ് കളയത്തില്ല. നമുക്ക് ലാഭം ഇച്ചിരി കുറഞ്ഞാലും കൊണ്ടുവന്ന കസ്റ്റമർക്ക് അതൊരു വർത്തായിരിക്കും നമ്മുടെ വണ്ടികളെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സെക്കൻഡ് ഹാഫിലേക്ക് പോകാം. അതെ. അപ്പോ നമ്മള് ഗോഡൌണിലേക്ക് എത്തി. ഗോഡൌണിലെ കുറച്ച് വണ്ടികളൂടെ കാണിക്കാം. വണ്ടികൾ കുറച്ച് കുറവാണ്. ഗോഡൌൺ ഇല്ല നമ്മൾ പൂർത്തിയാവത്തില്ലല്ലോ, കുറച്ച് കുറവാണ്. വേറെ ഒന്നുകൊണ്ടല്ല, കഴിഞ്ഞ വീഡിയോ നല്ല റീച്ച് കയറിയായിരുന്നു. ഏകദേശം 80,000 വ്യൂസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് പേര് ഫോൺ എടുത്തില്ല എന്ന് പരാതി ഉണ്ടാവും. പരാതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അവധി ദിവസങ്ങൾ ഈ നോമ്പിന്റെ ഇടയ്ക്കല്ലായിരുന്നു. നോമ്പിന്റെ ഇടയ്ക്ക് ചില സമയങ്ങളിൽ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പൊ അങ്ങനെ മാക്സിമം കുറെയൊക്കെ കിട്ടുന്നതെല്ലാം തിരിച്ചു വിളിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ അത്ര ഉള്ളതുകൊണ്ട് വണ്ടികൾ കുറച്ച് നമുക്ക് പെട്ടെന്ന് മാറിയിട്ടുണ്ട്. ഇപ്പോൾ അതിന്റെ റെസ്പോൺസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ പുതിയ സ്റ്റോക്കിന്റെ അപ്ഡേഷൻ നമ്മൾ കാണിച്ചായിരിക്കും മോശമാണ്. അതുകൊണ്ട് എല്ലാം കാണിക്കാം. അപ്പൊ എഫ് സി കൊടുക്കാം നമുക്ക് 2014 മോഡൽ വണ്ടി. എത്രയും കൊടുക്കണ ഓഫർ പ്രൈസ് അതൊക്കെ 29 രൂപ. 29,000 ഓഫർ കൊടുക്ക്. കിടിലൻ FC ഇരിക്കുന്നുണ്ട്. അടുത്ത അവഞ്ചർ 2017 വണ്ടിയാ. ഇത് വരുമ്പോ നമുക്ക് 41 രൂപയ്ക്ക് കൊടുക്കാം. 41 രൂപയ്ക്ക് അവഞ്ചർ. അതെ 2019 വണ്ടി. ഇതെല്ലാം ഓഫർ പ്രൈസ് കൊടുക്കുന്നത് 49 രൂപയ്ക്ക് കൊടുക്കാം. 49,000 ഗ്ലാമർ. 2019 കിളി വണ്ടി. ഇത് കിളിയാണോ? ആ കിളി ആണോ? കിളിയേക്കാൾ കൂടുതൽ കിളി. എന്തോ വണ്ടിയാന്ന് നോക്ക്. നല്ല നമ്പറാണ് 203 വണ്ടി. ഇത് വരുമ്പോ നമുക്ക് 65 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 65 രൂപയ്ക്ക് കിളി വണ്ടി ഉണ്ട്. 2018 യൂണിക്കോൺ കൊടുക്കാം 55 രൂപയ്ക്ക് കൊടുക്ക്. 55,000 രൂപയ്ക്ക് കിടിലൻ പീസ് വണ്ടി. 2018 മോഡൽ പാഷൻ പ്രോ 2018 45 രൂപയ്ക്ക് കൊടുക്ക്. 45,000 രൂപ. എല്ലാം കൊടുക്കട്ടെ, എല്ലാം കൊണ്ടുപോട്ടെ. കാര്യമൊന്നുമില്ലല്ലോ വണ്ടിക്കകത്തോട്ട്. അപ്പൊ ഈ വണ്ടി 2023 പ്ലാറ്റിന 55 രൂപയ്ക്ക് കൊടുക്കാം. 55,000 രൂപ പ്ലാറ്റിന ഇരിക്കുന്നുണ്ട്. 2022 വണ്ടി 48 രൂപയ്ക്ക് കൊടുക്കാം. 48 രൂപയ്ക്ക് കൊടുക്കാം. 2022 വണ്ടി 48 ഹൈ ക്വാളിറ്റി വണ്ടികൾ ഇതെല്ലാം. 25,000 കിലോമീറ്റർ ഉള്ളൂ. പക്കാ ക്ലീൻ വണ്ടികൾ. വേറൊരു കിളി ഇരിക്കുന്നുണ്ടല്ലോ. 2022 വണ്ടി. വീണ്ടും കിളി. ഇതാണ് സ്കൂട്ടി പപ്പ്. ഇത് കൊടുക്കണം മക്കളെ നമുക്ക്. കിളികൾക്ക് പറ്റിയ കിളി വണ്ടിയാണ്. അതന്നെ 45 രൂപയ്ക്ക് കൊടുക്കും. 45,000 രൂപയ്ക്ക് നമുക്ക് 2022 മോഡൽ വണ്ടി. 45. അത് ആക്റ്റീവ 2013 മോഡൽ വണ്ടി. വണ്ടി ഒന്ന് കാണിച്ചു കൊടുക്കണേ. 13 എന്ന് പറഞ്ഞ ആൾക്കാർ പുച്ഛിക്കും. പക്ഷെ വണ്ടി 13 മോഡലാണോ? അതെ നമുക്ക് 24 രൂപയ്ക്ക് കൊടുക്കാം. 24,000 രൂപ ക്ലീൻ പീസ് വണ്ടിയാണ്. ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും ഇല്ല. 5000 കിലോമീറ്റർ ഓടിയ വണ്ടി. റാലി എഡിഷൻ. ഒരു 5000 കിലോമീറ്റർ. 2023 വണ്ടി 88 രൂപ. 88 രൂപ. റാലി എഡിഷൻ ഫുൾ ഹൈബ്രിഡ് വണ്ടി. ഫുൾ ഹൈബ്രിഡ്, അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഉണ്ട്. 2017-18 മോഡൽ ഡിയോ. വണ്ടിയുടെ ക്വാളിറ്റി ഉണ്ടല്ലോ. ക്ലീൻ പീസ് വണ്ടി. ഓഫർ പ്രൈസ് 35 രൂപ. 35,000 ഓഫർ പ്രൈസ് ആണ്. വീണ്ടും ഓഫർ പ്രൈസ്. അടുത്തത് 2019 ജൂപ്പിറ്റർ കൊടുക്കണം. 48 രൂപ. 48 രൂപ ജൂപ്പിറ്റർ. പിന്നെന്തോ ജൂപ്പിറ്റർ കൊടുക്കും. വണ്ടി ഉണ്ടോ? വണ്ടി കണ്ടോ? ഈ വിലക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നവർ നമ്മൾ കമന്റ് ബോക്സ് പറഞ്ഞു കേട്ടോ. കമന്റ് ബോക്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുക്കും. വില എത്രയായിരുന്നു? ഇത് വരുമ്പോൾ തന്നെ നമുക്ക് 48 രൂപയ്ക്ക് കൊടുക്കാം. 48 രൂപ ക്ലീൻ പീസ് വണ്ടി. 45 കൂടെ 45. വേറെ 3,000 രൂപയ്ക്ക് എഴുതാൻ നിൽക്കണ്ടായിരുന്നു. 45 റൗണ്ട് ചെയ്ത് എഴുതി കൊടുക്കാം. 24 മോഡൽ. 2024 മോഡൽ ഹൈബ്രിഡ് വണ്ടി. ഫുള്ളി ഹൈബ്രിഡ് വണ്ടി. ഇത് വരുമ്പോഴത്തേനും നമുക്ക് 88 രൂപയ്ക്ക് കൊടുക്കാം. 88. 24 വണ്ടിയാണ്. വണ്ടിയുടെ ക്വാളിറ്റികൾ ഉണ്ടല്ലോ. ഷോറൂമിൽ ഇരിക്കുന്ന അതേ കണ്ടീഷനിൽ ഇരിക്കുന്ന വണ്ടിയാണ്. 2021 മോഡൽ വണ്ടി. വണ്ടി ഉണ്ടോ? ഒന്ന് കാണീര് നോക്കാം. അടുത്തോട്ട് കാണിയാണ്. 21 മോഡലാണോ? 21 മോഡൽ ആണോ എന്ന് എന്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കണം. അതാ വണ്ടി. 65 രൂപ. 65 രൂപയ്ക്ക് കൊടുക്കുക. ഇതാണ് ഏതാ മോഡൽ? 2024 മോഡൽ. 24 മോഡൽ. എന്തോ സാധനം ഒന്നും കാണിച്ചോട്. ഒരു വീൽ നട്ട് പോലും എന്തെങ്കിലും ഒരു അഴുക്കെങ്കിലും ഉണ്ടോ എന്ന് കാണിച്ചോട്.
കൊടുക്കും മക്കളെ, 80 രൂപയ്ക്ക് കൊടുക്കടാ. അഴുക്കൊന്നും കാണാനില്ലല്ലോ, ഒന്നുമില്ലല്ലോ, അഴുക്കെന്നല്ല, ഒരു ചെറിയ പോറലല്ലോ വണ്ടി. പോറ പോലും ഇല്ലാത്ത വണ്ടി 85 രൂപയ്ക്ക് കൊടുക്കും. 85 രൂപ വരാം. ഇങ്ങോട്ട് വരാൻ നേരത്ത് ഇവിടെ ഒരു കാറ് കിടക്കുന്നുണ്ട്, നമ്മുടെ കാറാണ്. പോയി പറഞ്ഞാണ് ഇതിനകത്തോട്ട് നിറച്ച് വണ്ടികളൊന്ന് കാണിച്ചു തരാം. സർവീസ് ചെയ്യാത്തോണ്ട് കാണിക്കാത്തത്. മൊത്തം നിറച്ച് വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്, അത് കാണിക്കുന്നില്ല. 2017 ആക്റ്റീവ് കൊടുക്കാം. എന്ത് വില കൊടുക്കും? കൊടുക്കടാ മോനെ, 35 രൂപയ്ക്ക് കൊടുക്കാം. പറഞ്ഞ വണ്ടിയുടെ ജാഗ്രത നോക്കാം. കൊടുക്ക്, 35 രൂപയ്ക്ക് കൊടുക്കും. 35,000 2017 മോഡൽ വണ്ടി. 17 മോഡൽ. ഡിയോ ആണെങ്കിൽ ഏതാ? ഡിയോ 2015 മോഡൽ. 2015 ഡിയോ എത്രയാണ് കൊടുക്കുക? ഓർഡർ മോനെ 24,000 രൂപയ്ക്ക് കൊടുക്കും. 24,000 രൂപക്കാണ് ഈ വണ്ടി ഇരിക്കുന്നത്. ആക്റ്റീവ 13 മോഡൽ വണ്ടി. 13 മോഡല് കൊടുക്കണം മോനെ 25 രൂപയ്ക്ക്. 25 രൂപക്ക് 13 മോഡൽ വണ്ടി ഇരിക്കുന്നുണ്ട്. 2017 മോഡല് 160. ഈ വണ്ടി കൊടുക്കാം 45,000 രൂപയ്ക്ക് കൊടുക്കാം. NS അല്ലേ? NS 160 2017 കൊടുക്കുമോ നമുക്കൊന്ന് അറിയണമല്ലോ. ഈ വണ്ടി സ്പെഷ്യൽ വണ്ടിയാണ്. ഈ സ്പെഷ്യൽ വണ്ടി എന്ന് പറയുന്നത് യൂണിക്കോൺ 2009 റീടെസ്റ്റ് കഴിഞ്ഞ വണ്ടി 4 വർഷം പേപ്പർ ഉണ്ട്. എന്ത് വരാ? 12,000 രൂപയ്ക്ക് കൊടുക്കും. യെസ് ഗൈസ്, 12,000 രൂപയുടെ വണ്ടിയാണോ? 10,000 രൂപ വണ്ടി കാണിച്ചു പറഞ്ഞാൽ 12,000 രൂപ പൊളിക്കാൻ കൊടുത്താൽ കിട്ടും. 15,000 രൂപ ടാങ്ക് മാത്രം എടുത്ത് കൊടുക്കാം. അപ്പൊ 3,000 ലാഭം. അത് തന്നെ. അപ്പൊ നമ്മൾ ഇൻട്രോയിൽ 10,000 വണ്ടി പറഞ്ഞത് വണ്ടി സെയിൽ ആയിട്ടുണ്ട്. അതുകൊണ്ട് അത് കാണിക്കാത്തത്. അപ്പൊ ഈ വണ്ടി 12,000 രൂപയാണ്. അപ്പൊ നമുക്കിത് 12,000 രൂപ മുതൽ വണ്ടികളുണ്ട്. ഏകദേശം 12,000 രൂപ മുതൽ ഒരു 30,000 രൂപ വരെ ഏകദേശം ഒരു 10-30 വണ്ടികൾ ഇവിടെ കാണിക്കാനുണ്ട്. പക്ഷെ അതിപ്പോ നമ്മൾ കാണിക്കുന്നില്ല. നമുക്ക് അടുത്ത ഉടൻ തന്നെ ഒരു വീഡിയോ ഒരു 3-4 ദിവസം വീഡിയോ ഒരു 100-100 വണ്ടി കൂടെ കാണിക്കാനുണ്ട് നമുക്ക്. അപ്പൊ ഞാൻ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12,000 മുതൽ 30,000 വരെ ഏകദേശം ഒരു 10-15 വണ്ടികളും ഇരിക്കുന്നുണ്ട്. അപ്പൊ ലോ ബഡ്ജറ്റ് വണ്ടികൾ അത്യാവശ്യം കളക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏത് വണ്ടി വേണം എന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ വന്നിട്ട് നമ്മുടെ ഈ വിലയുടെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് വന്നിട്ട് കാര്യങ്ങൾ പറയണം. കാരണം എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ക്വാളിറ്റി കൂടെ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും എന്താണ്. ചിലപ്പോൾ വില കൂടുതലെന്ന് മാത്രം കമന്റ് ഇടുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവർ വന്ന് ജസ്റ്റ് നമ്മുടെ ഷോറൂം സന്ദർശിക്കുക, നമ്മളായിട്ട് വന്ന് ഡീൽ ചെയ്യും. അവരുമായിട്ട് നമ്മളായിട്ട് ഡീൽ ചെയ്യുമ്പോൾ മനസ്സിലാവും നമ്മൾ എങ്ങനെയാണ് ഇത് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇന്നത്തെ വണ്ടിയിൽ കുറച്ച് മോഡലോടെ വണ്ടി ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വരാൻ സാധ്യത. ചിലപ്പോൾ നമ്മൾ ഈ പറയുന്നോട്ട് നമ്മൾ എപ്പോഴും പറയുന്നോട്ട് ഒരു ലോ ബഡ്ജറ്റ് എന്ന് പറഞ്ഞല്ല നമ്മൾ പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അതൊരു പുതിയ വണ്ടി എടുക്കാൻ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഫിനാൻസ് ഇടാതെ എടുക്കുവാണെങ്കിൽ ലാഭമാണ്. ഫിനാൻസ് കാരണം എന്ന് പറഞ്ഞാൽ ഒരു വണ്ടിക്കകത്ത് ഏകദേശം ഒരു 40,000 രൂപ 50,000 രൂപ വരെ ലോ കിലോമീറ്റർ നമുക്ക് കുറഞ്ഞു കിട്ടുന്നു. 2,000-3,000 കിലോമീറ്റർ. അത് തന്നെ 2,000-3,000 കിലോമീറ്റർ വണ്ടി പുതിയ വണ്ടി എടുക്കാൻ നിൽക്കുന്നവർ റെഡി ക്യാഷിന് എടുക്കാൻ നിൽക്കുന്നവർക്ക് അതാണ് ലാഭം, ഏറ്റവും നല്ല ലാഭം. യെസ്. അപ്പൊ ഇത്രയും ഡീറ്റെയിൽ പറയാനുള്ളത്. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ ഒന്നുമില്ല. നമ്മൾ ഈ പറയുന്നോട്ട് കഴിവിന്റെ പരമാവധി രാവിലെ ഒരു 8 മണി തൊട്ട് വൈകിട്ട് ഒരു 9:30 വരെ ഇനി വിളിക്കാൻ ശ്രമിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ അതിന് ശേഷം വിളിക്കുന്ന കോളുകളാണ് എടുക്കാൻ പറ്റാത്തത്. അപ്പൊ നമുക്ക് 8:30 മുതൽ 9 വരെ വിളിക്കാം. രാത്രി 9:30 വരെ വിളിച്ചാലും നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാം. അതല്ലാത്തൊരു ബാക്കിയുള്ളത് വാട്സപ്പിനകത്ത് മെസ്സേജ് ചെയ്തിട്ട് കഴിഞ്ഞാൽ രാവിലെ അതിന് റിപ്ലൈ. മെയിനായിട്ട് ഈ പുള്ളിക്കാരൻ തന്നെയാണ് കോൾ എടുക്കണേട്ടാ. അതെന്താണെന്ന് അറിയാം, അതിന്റെ ഒരു വിഷയമുണ്ട്. നമ്മളിപ്പം കടയിൽ ഷോപ്പിൽ ഏൽപ്പിച്ചിട്ട് പോയാൽ അവർ എടുക്കാതിരിക്കത്തില്ല സ്റ്റാഫുകൾ. പക്ഷെ നമ്മളെ പ്രതീക്ഷിച്ച് നമ്മുടെ കാര്യങ്ങൾ അറിയാനും ഡീറ്റെയിൽസ് അറിയാനും വേണ്ടി വിളിക്കുന്ന ആൾക്കാരുണ്ട്. അവർ നമ്മൾ സംസാരിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് എന്തായാലും കടയിൽ ഇരിക്കുന്നവർ പറഞ്ഞു കൊടുക്കുന്നില്ല. പിന്നെ ചിലപ്പോൾ ഈ വിലക്കകത്തുള്ള പ്രശ്നങ്ങൾ നമ്മൾ പറയുന്ന വില എന്ന് പറയുമ്പോൾ മാക്സിമം ഓഫറിലാണ് പറയുന്നത്. പിള്ളേർ ചിലപ്പോൾ നിങ്ങൾ വിളിക്കാൻ നേരത്തെ വില പറയുമ്പോൾ നിങ്ങൾ പറയും വേറെ വില, വീഡിയോയിൽ വില വേറെ, അങ്ങനെ പറയും. അപ്പൊ അതുകൊണ്ടാണ് പുള്ളി തിരക്കുള്ള മനുഷ്യനാണ്. ഇടയ്ക്ക് ഞാൻ വിളിച്ചാൽ പോലും പുള്ളി ഫോൺ എടുക്കാറില്ല കേട്ടോ. അത് തിരിച്ച് വിളിക്കുന്നുണ്ടല്ലോ, തിരിച്ചാൽ വിളിക്കാമല്ലോ. ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പൊ ഞാൻ തിരക്കിന്റെ ഒരു കേസായിട്ട് അത് പറഞ്ഞെന്നുള്ളൂ. അപ്പൊ കൊല്ലം ജില്ല പുത്തൻതെരുവ് കരുനാഗപ്പള്ളി എംബ്രോയിഡേഴ്സ് പുതിയാവിനും പുത്തൻതെരുവിനും ഇടയ്ക്ക് ഗൂഗിൾ മാപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചേച്ചി ഫ്രണ്ടിൽ തന്നെ എത്തിക്കും. തീർച്ചയായിട്ടും നമ്മുടെ ഇവിടെ തന്നെ എത്തിക്കും. അവിടെ വിളിച്ചു പറഞ്ഞു കൊണ്ടുവരും. പിന്നെ എന്തെങ്കിലും ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. വണ്ടി കൊടുക്കാനുള്ളവരും നമ്മളെ വിളിക്കണം. നമ്മൾ വണ്ടി ഇങ്ങോട്ട് എടുക്കാനും തയ്യാറാണ്. മാന്യമായ വണ്ടികൾ, ക്വാളിറ്റി ഉള്ള വണ്ടികൾ, പേപ്പേഴ്സ് ജെനുവിൻ ആയിട്ടുള്ള വണ്ടികൾ നമ്മൾ എടുക്കാൻ റെഡിയാണ്. പിന്നെ നിങ്ങൾക്ക് ഫോട്ടോസും കാര്യങ്ങളും അയച്ചു തരാനൊക്കെ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് ഡിലേ വരുന്നതായിരിക്കും. അതൊന്നും നിങ്ങളൊന്നും വിചാരിക്കരുത്, നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. നമ്മൾ തരും, വീഡിയോ അയച്ചു തരും. വീഡിയോ ഫോട്ടോ മാക്സിമം അയച്ചു കൊടുക്കും. നമ്മളായിട്ട് വിളിച്ച് സംസാരിച്ചവർക്കെല്ലാം അറിയാം. നമ്മൾ അവസ്ഥകളുണ്ട്, അത് പറഞ്ഞു കൊടുക്കും. ഞാൻ പുറത്താണെങ്കിൽ അത് ഞാൻ പറയും, വന്നിട്ട് ഇട്ട് കൊടുക്കാം. ഇല്ല സ്റ്റാഫുകളെ കൊണ്ട് ഇടിപ്പിച്ചു കൊടുക്കും മാക്സിമം. അപ്പോൾ ഇത്ര ഡീറ്റെയിൽ പറയാനുള്ളൂ. അപ്പോൾ മാക്സിമം ഡിസ്കൗണ്ടുകളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് ശ്രമിക്കുന്നു, അല്ല ഇന്ന് വിചാരിക്കുന്നു. ഇനി അതിനകത്ത് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിലും ഞാൻ ചെയ്തു കൊടുക്കും. വേറെ നമ്മളിപ്പം വില തെറ്റി ചില വണ്ടികൾ പറഞ്ഞാൽ പോലും ആ വിലയ്ക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ ഡൂക്കൊക്കെ ഞാൻ എടുത്ത വിലക്കാരും താഴെ നമ്മളെ 1.55 പറയേണ്ട വണ്ടി 1.45 പറഞ്ഞു. എന്നിട്ട് പോലും നമ്മൾ ആ വിലയ്ക്ക് വണ്ടി കൊടുത്തു. അപ്പൊ വീഡിയോയിൽ പറഞ്ഞ വിലക്ക് നമ്മൾ തരുന്നതായിരിക്കും. ഇനിയിപ്പോ വില കൂടിപ്പോയി കഴിഞ്ഞാൽ കുറക്കുന്നതുമായിരിക്കും. അതെ അതെ അതെ. അപ്പൊ വേറെ ഒന്നും പറയാനില്ല. നൗഷാദിക്ക ടാങ്കു. അപ്പൊ എല്ലാവർക്കും ടാങ്ക്. അപ്പൊ പുതിയൊരു വാഹന സംബന്ധമായ വീഡിയോ എടുത്തൊരു പൈ കൊടുക്ക്.